ജീവിത വ്യഗ്രതയ്ക്കിടയില് ഉപദേശം കേൾക്കുവാനും, ഉപദേശത്തിന്റെ ഭാഷയാണ് വേറെ ഒന്ന്, ഉപദേശത്തിന്റെ ഭാഷ കേൾക്കുവാനും ആളുകൾക്ക് താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക? അതിനാണ് നവരസങ്ങളിൽ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഹാസ്യരസത്തെ ഉപയോഗിക്കുന്നത്. ഹാസ്യം ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ ഹാസ്യരസത്തെ തിരുത്തൽ ശക്തിയായി ഉപയോഗിക്കുന്ന ആ കാവ്യമാർഗം നമുക്ക് തുറന്നു തന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. പ്രവാഹം പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനം, ഹാസ്യ സാഹിത്യ പ്രവർത്തനം. പിന്നീട് സഞ്ജയനാണ് കവിതയിൽ, മലയാള കവിതയിൽ ഹാസ്യം പ്രയോഗിച്ചത്. ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഒരു ഹാസ്യത്തിൻ്റെ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്ന കാവ്യ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഈ സിംഗപ്പൂർ വന്നിട്ട് എന്നെ പ്രധാനമായി ആകർഷിച്ച കാര്യം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 3 കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ നാട്ടിലെ ആളുകളെല്ലാം തന്നെ കർമ്മനിരതന്മാരാണ്, പ്രവൃത്തി ചെയ്യുക. അങ്ങനെ വ്യക്തികളുടെ മനോഭാവം കർമ്മനിരതമാകുന്നു. കേരളത്തിൽ നേരെ മറിച്ച് ജോലി ചെയ്യുവാൻ ആളില്ല. ഉള്ള ജോലികളും ചുമതലയ്ക്ക് ആളുകളുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ അവകാശം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുവാൻ ആളില്ല. കൂലി ചോദിക്കാൻ മുന്നിൽ നീളുന്ന നാവുണ്ടാക്കും, വേല ചെയ്യാനോ പിന്നിൽ കെട്ടിയ കരങ്ങളും. ഇതാണ് അവിടെ അവസ്ഥ. നേരെ മറിച്ച് ഇവിടെ നിങ്ങളെല്ലാം ജോലി ചെയ്യുവാനായിട്ട് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കൂലി വയ്ക്കുവാൻ അതിൻ്റെ അർഹമായിരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ പോവുകയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആളില്ല കസേരകൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ആളില്ല കസേരകൾ എന്ന് പറയുന്ന കവിത നമ്മുടെ സർക്കാർ ഓഫീസുകളിലും അർദ്ധ സർക്കാർ ഓഫീസുകളിലെ അവസ്ഥയാണ്. റോഡിൽ ഒരു പട്ടി ചത്തു കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. ജോലി ചെയ്യട്ടെ, പിന്നിൽ കെട്ടിയ കരങ്ങളും, ജോലി ചെയ്യാനോ പിന്നിൽ കെട്ടിയ കരങ്ങളും. അവന് അവകാശവാദങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് അവൻ പോയിരിക്കുകയായിരുന്നു. ഇതല്ലാത്ത പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ, ഈ അനാമത്തുകളെ മാറ്റാൻ ചുമതലയുള്ള ആ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ ചുമതല മറന്ന് ഏറും അഹങ്കാര സ്വരത്തിൽ വൻഗമയിൽ ഈ വിധമയാൾ തുറന്നടിച്ചു. അതിനച്ചു സ്വന്തം നാട്ടിൽ മരിച്ചോതൻ കാര്യമെല്ലാം വിധി പോലെ പുരോഹിതരല്ലി നോക്കേണ്ടു. ഇതാണ് നമ്മുടെ മനോഭാവം, കേരളത്തിലെ ജോലിക്കാരുടെ മനോഭാവം. അപ്പോൾ അച്ഛാ, ചത്തവരുടെ കാര്യങ്ങളൊക്കെ അച്ഛന്മാരല്ലേ നോക്കേണ്ടത്? ഇങ്ങനെയുള്ള മനോഭാവമാണ്. പക്ഷെ അച്ഛൻ തീരെ മോശക്കാരനായിരുന്നില്ല. പുരോഹിതൻ തിരിച്ചോതി, പ്രിയപ്പെട്ട സുഹൃത്തേ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. കുറച്ച് കാര്യമില്ലേ, കുറച്ചൊക്കെ അതിൻ്റെ മരണാനന്ദ ശുശ്രൂഷകൾ നടത്തണമെങ്കിൽ അച്ഛന്മാരൊക്കെ അതിൽ വേണം. അതുകൊണ്ട് താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. പക്ഷേ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുവെ കാര്യമറിയിക്കുന്നത് നാട്ടു നടപ്പല്ലയോ? അതിനാൽ വിളിച്ചു ഞാനും, ക്ഷമിച്ചാലും അടിയേറ്റോരധികാര ഗർവസർപ്പം ഇതാഴ്ത്തുന്നു. ഇങ്ങനെ അധികാര ഗർവത്തിന്റെ പത്തിയിലടിക്കുവാൻ കവിതയ്ക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ഈ കവിത ലക്ഷ്യം. അപ്പോൾ നമ്മൾ വെറുതെ ചിരിക്കുകയല്ല, അതിപ്പോൾ ഹാസ്യം നമ്മൾ ചിരിച്ചു. ആ ചിരി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ എൻ്റെ രാജ്യം, ഇങ്ങനെ പോരല്ലോ എൻ്റെ രാജ്യം എന്ന് ഒരു വ്യക്തിയെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതാണ് ഈ കവിതയുടെ പ്രതിഫലനം. ഇതാണ് ഈ വിമർശഹാസ്യം. ഹാസ്യത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യുവകവികൾ വരണം. അപ്പോൾ ഇവൻ്റെ അവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കലയൊക്കെ. ഞങ്ങളൊക്കെ പോകും, അവരൊക്കെ ഇവിടെ നിന്ന് ഈ ഭാഷയിലും സാഹിത്യത്തിലും തൽപരന്മാരുണ്ടാകണം. ഞാൻ വെൺമണി വിമൽ രാജ് ഇവിടെ കവിത അവതരിപ്പിക്കുന്നതാണ്. വെൺമണി വിമൽ രാജ്. ബഹുമാനപ്പെട്ട സാറിനും ഐസക് സാറിനും ബാക്കി എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായി പോകുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു നിയോഗമായിരിക്കാം എന്ന്
സാറിനെ പോലെ ഒരു വലിയ ഗുരുവിൻ്റെ മുമ്പിൽ വിജയദശമി ദിവസത്തിൽ തന്നെ ഇങ്ങനൊരു അവസരം വന്നു ചേർന്നത്. പിന്നെ കലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ രാജേഷ് ജി പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ളതും ഇതുപോലുള്ള കുറേ ആൾക്കാർക്കൊരു ഒത്തുകൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതും വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. നവകോതി എന്നാണ് ഈ കഥയുടെ പേരിട്ടേക്കുന്നത്. വളരുന്ന വടവൃക്ഷമൊന്നുണ്ട് എന്നുള്ളിൽ എരിയുന്ന ബോധത്തിനഭയമേകാൻ. വളരുന്ന വടവൃക്ഷമൊന്നുണ്ട് എന്നുള്ളിൽ എരിയുന്ന ബോധത്തിനുദയമേകാൻ. തിരിയുന്ന ശാന്തിതൻ തീരത്തു വേച്ചു ഞാൻ പടവാൾ വലിച്ചെറിഞ്ഞോടിയെത്തേ. പിന്നിലുറയുന്ന തീയിലൻ പിടയുന്ന വേദന കദംബം മുറിച്ചെറിഞ്ഞുരുകി വീഴേ. പിന്നിലുറയുന്ന തീയിലൻ പിടയുന്ന വേദന കദംബം മുറിച്ചെറിഞ്ഞുരുകി വീഴേ. ബന്ധങ്ങളൊക്കെ കമ്പളം പോൽ മാറ്റി നിന്നെ തിരഞ്ഞു ഞാൻ കാടു താണ്ടേ. ഈ ബോധിവൃക്ഷച്ചുവട്ടിൽ ഇലകൾ കൊഴിഞ്ഞുടങ്ങിയ ചില്ലയിൽ നിന്നൊരു ഹിമകണം ഈ കണ്ണിൻ തടത്തിൽ വീഴും മുമ്പേ മരിക്കുന്നു ഞാൻ തോറ്റ സ്വപ്നം. വെൺമണി വിമൽരാജിന് അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഉള്ള യുവ കവികളുടെ കവിതകൾ അവതരിപ്പിക്കുവാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ മാസത്തിൽ ഒരിക്കൽ കൂടുക, അങ്ങനെ കൂടി. അപ്പൊ അമ്മൂമ്മയ്ക്ക് 105 വയസ്സായപ്പോഴേ അമ്മൂമ്മ മരിക്കുന്നു. അമ്മൂമ്മ മരിക്കുമ്പോൾ സമൂഹ വൈറസ് കവിതയുടെയാണ് മുഴുവൻ ചെല്ലാൻ നേരെയില്ല. അപ്പോൾ അമ്മൂമ്മ മരിക്കുന്നു. അമ്മൂമ്മ മരിക്കുമ്പോഴത്തേക്കും ആളുകളെല്ലാം പിന്നെ 5 മിനിറ്റ് കൊണ്ട് ആളുകൾ അലഞ്ഞു. ഗംഗാ പ്രവാഹം പോലെ നല്ല സുന്ദരി കുട്ടിയായ അമ്മൂമ്മ ഇങ്ങനെ മരിച്ച് കിടക്കുമ്പോൾ അമ്മൂമ്മയിൽ അവസാനം ഒന്ന് കാണാൻ എല്ലാവരും വരികയാണ്. ഗംഗാ പ്രവാഹം പോലെ വന്നു കണ്ടെങ്ങനെ ഇരിക്കുക. അപ്പോൾ തീരുമാനിച്ച് 2 തൊഴിൽ മന്ത്രി ഒരു സ്ഥലത്ത് വിത്തുകാള വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അത് തീർന്നു കഴിഞ്ഞാൽ റീത്ത് സമർപ്പിക്കാൻ പറ്റും, അതൊരു വെയിറ്റ് ചെയ്യണം, 2:30 വന്നേക്കാം. മന്ത്രി വന്ന് ഇങ്ങനെ വന്ന് ഈ റീത്ത് ചോപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണൊക്കെ റിംഗ് ടോണൊന്ന് ഓഫ് ചെയ്തിട്ടിരുന്നില്ല. ഇതങ്ങ് വെക്കാനും അതിന്റെ റിംഗ് ടോൺ ഉമ്മതരാം രാക്ഷസി രാക്ഷസി. അപ്പോഴേക്കും ആളൊന്ന് ചിരിക്കണ്ടേ എന്നറിയാൻ പാടില്ല. വിഷമിച്ചു പോയി. വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ സിംഗിളിയുടെ കയ്യിൽ ഇപ്പൊ മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവന് അങ്ങേരാജ്യത്ത് പോകണം. അപ്പൊ അതുകൊണ്ട് ഇവന്റെ പോക്കറ്റിൽ ഒരു ഇതുണ്ടായിരുന്നു. ഈ ചോന്നുകൊണ്ട് വന്നവന് അവന്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് അവന്റെ ഇതിന്റെ റിംഗ് ടോൺ ഉണ്ടല്ലോ, പിന്നെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കട്ടിട്ടുള്ളതാണ്. അടിച്ചപ്പോഴത്തേക്കും അനൗചിത്യം ഇതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു സമയം വേണ്ടേ. അതുകൊണ്ട് ഈ മരിച്ചോർ പോലും സഹിക്കില്ല അനൗചിത്യം. ഈ കിളവി അങ്ങ് എഴുന്നേറ്റിട്ട് ഈ മരിച്ചെടുത്ത കിളവി ഉണ്ടല്ലോ, ഓഫ് ചെയ്യണം അതിന്റെ പുത്രാണ്. വളരെ മോനെ ഇതൊന്നും അല്ല മന്ത്രിമാരുടെ വഴി, ഇനി ആഫീസിൽ പോയിരുന്ന് എൻ്റെ ജോലിയുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് മന്ത്രി സ്ഥലം വിട്ടു എന്നുള്ളതാണ് കവിത. അപ്പോൾ നമ്മുടെ ഭരണാധികാരികളുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ പണിക്ക് നടക്കാതെ, ഒരുപാട് പ്രഖ്യാപനങ്ങളുമായിട്ട് വാഗ്ദാനങ്ങളുമായിട്ട് നടക്കാതെ ഓഫീസിലിരുന്ന് ചിട്ടപ്പടി ജോലി ചെയ്യേണ്ട അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് സമൂഹ വൈറസ്. കവിത അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ബിജു പനെ ഇവിടെ കവിത അവതരിപ്പിക്കുന്ന. കവിതയുടെ പേര് മഴ. മനസ്സാം മരുവിൽ മരുപ്പച്ച തേടുമ്പോൾ തുള്ളിയായി പൊഴിഞ്ഞില്ലേ നീ എനിക്കായി. ചൂടേറ്റു വരണ്ടൊരൻ തൊക്കിലന്ന് മാറിയില്ലേ ഒരു അനുഭൂതിയായി. അതിസുന്ദരി നീ പ്രണയഭാവത്തിൽ, കണ്ണീർ കടൽ നീ വേദനയിൽ. മോഹമായി നിന്നെ പുണരാൻ കൊതിക്കുന്നു, രാത്രി മഴയായി എന്നുള്ളിൽ പെയ്തിറങ്ങാൻ. മോഹമായി നിന്നെ പുണരാൻ കൊതിക്കുന്നു, രാത്രി മഴയായി എന്നുള്ളിൽ പെയ്തിറങ്ങാൻ. രാത്രി മഴയായി എന്നുള്ളിൽ പെയ്തിറങ്ങാൻ. ശ്രീ
ലിജോ പനേന് ഞങ്ങൾ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചി, കായകാന്തിയും പ്രകൃതിയും പണ്ടേ പോലിരിക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെയല്ല, ഇന്നൊരു വേറെ പാർട്ടിയിൽ അങ്ങനെയല്ല. സ്ഥിരമായ ആശയങ്ങളും സ്വഭാവമുണ്ട് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവിന്. അങ്ങനെ ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചിയിൽ, കായകാന്തിയും പ്രകൃതിയും പണ്ടെപ്പോലിരിക്കുന്നു. മുഴുകും ശതം കാര്യവ്യഗ്രതയ്ക്കിടയ്ക്ക് ഒന്നിച്ചൊഴുകും ജനം നിങ്ങുമാമീൻറൊളിൽ കൂടി. മെല്ലവേ വടികുത്തി കുത്തി നീങ്ങുന്നു ദേവൻ, പല്ലില്ലാ ചിരി കൊണ്ട് പരുവോൽ ചിരിക്കുന്നു. ഭാവി തലമുറകളുടെ വിളവാണ്. വഴിയിൽ നിന്നും മാറി നിൽക്കും മൂപ്പിൽസേ, പണ്ടേ കുഴിയിൽ പോകേണ്ടും താനെന്തിനായി കറങ്ങുന്നു. ഉഗ്രമാം പുച്ഛത്തിന്റെ കടന്നൽപ്പം നിൽക്കൂ. മാമൻ പോവാൻ തിടുക്കപ്പെടുന്നത് തൊട്ട് ഇവിടെ നിൽക്കേ, ഞാൻ വരാം വേഗം. പെണ്ണിന്റെ ശരി തന്തയല്ലയോ, നമുക്കൽപ്പം തണ്ണി വിട്ടിടാം. മഹാത്മാഗാന്ധിയോട് ഇന്ന് വന്നാൽ ഇന്നത്തെ തലമുറ ഈ ചോദ്യം ചോദിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവൻ വിട്ടിയാവും. അതുകൊണ്ട് അവൻ പറയുകയാണ്, പെണ്ണിന്റെ ശരി തന്തയല്ലയോ, നമുക്കൽപ്പം തണ്ണി വിട്ടിടാം. ഇഷ്ടം ഫോറിനോ സ്വദേശി. ഇതാണ് വിമർശ ഹാസ്യം. ഹാസ്യം ചിരിക്കാനുള്ളതല്ല, ഈ ചിരിയുടെ ഉള്ളിൽ ആഴത്തിലുള്ള ദുഃഖമാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള സാമൂഹികമായിരിക്കുന്ന ലക്ഷ്യത്തോടു കൂടി വേണം ഹാസ്യം കൈകാര്യം ചെയ്യാൻ. കവിത എഴുതുമ്പോൾ എൻ്റെ ഈ എഴുതാനുള്ള ഈ എഴുത ആളുകളെ ആ ഉള്ളടക്കമുണ്ടല്ലോ, അതിന് പ്രതിപാദ്യമായി കവിത എഴുതുന്നത് എന്താ പ്രയോജനം, എനിക്കെന്താ പ്രയോജനം എന്നല്ല, സമൂഹത്തിന് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഒരു വിഷയ സ്വീകരണം, പ്രതിപാദ്യം സ്വീകരിക്കുന്ന അവസരത്തിൽ അത് സമൂഹത്തിന് പ്രയോജനമുള്ള, അതുപോലെ ഹാസ്യത്തിൽ അവതരിപ്പിക്കണമെന്നില്ല കേട്ടോ. ഹാസ്യത്തിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ ഒരു കാവ്യഭാഗത്തേ ഉള്ളൂ, ഹാസ്യം വേണ്ട. പക്ഷേ വിഷയം എന്ന് പറയുന്ന, ഉള്ളടക്കം എന്ന് പറയുന്നത് സമൂഹത്തിന് പ്രയോജനമുള്ളതായിരിക്കണം. അപ്പോൾ പെണ്ണിന്റെ ശരി തന്തയല്ലയോ, നമുക്കൽപ്പം തണ്ണി വിട്ടിടാം. ഇനിയും അജിമോൻ കവിത അവതരിപ്പിക്കും. അമ്മയെ കണ്ടോ, അമ്മയെ കണ്ടോ, എന്നമ്മയെ ആരേലും കണ്ടോ. അമ്മയെ കണ്ടോ, അമ്മയെ കണ്ടോ, എന്നമ്മയെ ആരേലും കണ്ടോ. അരയാൽ ചുവട്ടിലും അമ്പലനടയിലും ഒരുപാടു നാളായി അലഞ്ഞു ഞാൻ, അമ്മയെ തേടി അലഞ്ഞു. അമ്മിഞ്ഞ പാല് നുകർന്നില്ല ഞാൻ, എന്നമ്മയെ കണ്ടതായി ഓർമ്മയില്ല. താരാട്ട് കേട്ടില്ല, താളം പിടിച്ചില്ല, തൊട്ടിൽ സഹിച്ചതായി ഓർമ്മയില്ല. ശാഠ്യം പിടിച്ചു കരയും. അജിമോനെ എല്ലാവരുടെയും അഭിനന്ദനം. പിന്നെ വേരോട്ടം എന്ന് പറഞ്ഞൊരു കവിതയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. വേരോട്ടം എന്ന് പറഞ്ഞാൽ ഒരു മരമൊക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ വേര് ഇതിലേക്ക് ഓടി എന്ന് അറിയണമെങ്കിൽ വലിയ പാടാണ്. പക്ഷെ വിചാരിക്കാതെ ഭാഗത്തോടെ ഒക്കെ അത് ഓടും. അങ്ങനെ വേരോട്ടം. ഈ വേരോട്ടം ഈ മരങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, വീടുകളിൽ അകത്തും വേരോടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓടും. ഈ കവിത അതാണ് പറയുന്നത്. വേരോട്ടം. ഒരുപാട് സമയം കുറവാണ്, നടത്തിക്കൊള്ളും. വേരോട്ടം. തല്ലും കരച്ചിലും കുട്ടികളന്യോന്യം കൊല്ലും കൊലയും നടത്തുന്നു. വീട്ടിലെ കാര്യമാണ്. ഇത്തിരി നേരം അടുക്കള ജോലിക്ക് സ്വസ്ഥത നൽകില്ല നാശങ്ങൾ. അമ്മ വരെ പ്രാകുന്ന പിള്ളേരാണ്. അപ്പോൾ തല്ല് എത്രയും ഉഗ്രം പഠിപ്പിച്ചു നോക്കി ആ പുത്രൻ പറയുന്നു കോപിഷ്ഠൻ. ഒരു തല പിടിച്ചു വെച്ചപ്പോഴത്തേക്കും എത്രയും ഉഗ്രം കടുപ്പിച്ചു നോക്കി ആ പുത്രൻ പറയുന്നു കോപിഷ്ഠൻ. മമ്മിക്കും ഡാഡിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കടിപിടി പാടുള്ളൂ. ഇത് സിംഗപ്പൂരിലെ കുടുംബത്തിന്റെ കാര്യമല്ല. സിംഗപ്പൂരിലെ കുടുംബത്തിൽ ഇങ്ങനെ വേരോടുന്നില്ല, വേരോടിയാൽ കൊള്ളുകയില്ല. അപ്പോൾ അങ്ങനെ മമ്മിക്കും ഡാഡിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കടിപിടി പാടുള്ളൂ. ഇതാണ് വേരോട്ടം. തല്ലിയില്ലമ്മ കൈതാണുപോയി,
ചിന്തയിൽ കല്ലു കടിച്ച പോൽ നിൽക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും ചിന്തയിൽ കല്ല് കടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കല്ല് കടിച്ചു കൊള്ളണം. ഇന്നു മുതൽ ആ കല്ലുകടി മാറ്റുകയും ചെയ്തു കൊള്ളണം. ഇതാണ് വേരോട്ടം.